തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ 2 പേർ വെന്തു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. വൈഷ്ണവയെ ബിനു തീ കൊളുത്തി കൊന്നതാണെന്ന് പോലീസ്. വിവരങ്ങൾ സുലേഖ നൽകും. സുലേഖ, ഇത്തരത്തിൽ പുതിയ വാർത്തകൾ വരികയാണ്. അതായത് വൈഷ്ണവയെ ബിനു തീ കൊളുത്തി കൊന്നതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് അല്പസമയം മുൻപ് വരെ ഈ മരിച്ച രണ്ടാമത്തെയാൾ അത് ബിനുകുമാർ ആണെന്നുള്ള സംശയമാണ് പോലീസിന് ഉണ്ടായതെങ്കിൽ ഇപ്പോഴത് പോലീസ് ഉറപ്പിക്കുന്നു അത് ബിനുകുമാർ തന്നെയാണ്. രണ്ടാമത്തെ വ്യക്തി ബിനുകുമാർ തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ ഒരു അപകടമല്ല, അത് മനഃപൂർവ്വം ഒരാളെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു അറ്റംപ്റ്റ് ആണ് ഇത്തരത്തിൽ 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാലും രണ്ടാമത്തെ ആൾ ബിനുകുമാർ എന്ന് പോലീസ് പറയുന്ന സമയത്ത് തന്നെ ഈ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ അത് അയച്ചിട്ടുണ്ട്. അതിന്റെ ആ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സംഭവത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പനംകോട് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക വിവരം അല്ലെങ്കിൽ അതിലൊരു വഴിത്തിരിവാവുകയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ബിനുകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കയറി പോകുന്ന ദൃശ്യം അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യമാണ്. ഇത് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പോലീസ് അന്വേഷണങ്ങൾ നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിൽ ഈ CCTV ദൃശ്യത്തിൽ നിന്നും ബിനുകുമാർ ഈ ഇൻഷുറൻസ് കടയിലേക്ക് കയറി പോകുന്ന ദൃശ്യം അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഈ ഓഫീസിന് ഉണ്ടാകുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ഈ ബിനുകുമാർ വൈഷ്ണവ എന്ന് പറയുന്ന ആ ഓഫീസ് ജീവനക്കാരിയെ 34 വയസ്സുകാരിയെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കയറിപ്പോയതാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഈ വൈഷ്ണവയെ പെട്രോള് അല്ലെങ്കിൽ ടർപ്പന്റൈൻ എന്ന് പറയുന്ന പദാർത്ഥം ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് സംഭവത്തിൽ. എന്നിരുന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഇത്തരത്തിൽ പാപ്പനംകോട് ജംഗ്ഷനിൽ ഉള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഒരു ഔട്ട്ലെറ്റിൽ ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ ഒരു തീപിടുത്തം എന്നുള്ള രീതിയിലാണ് കണ്ടതെങ്കിൽ പിന്നീട് അതിൽ ദുരൂഹത വർദ്ധിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ ഒരു കത്തി കണ്ടെത്തിയിരുന്നു. ആ കത്തി സാധാരണഗതിയിലുള്ള ഒരു കത്തിയാണ് എന്നതാണ് പോലീസ് പറയുന്ന ഒരു കത്തി. അതായത് നമ്മൾ പഴങ്ങളും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. അതിനപ്പുറത്ത് മറ്റ് കാര്യങ്ങൾ അതിനുള്ള അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കത്തിയല്ല. ആ കത്തിയിൽ നിന്ന് ചോരക്കറയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ വൈഷ്ണവിയുടെ ദേഹത്ത് പെട്രോൾ അല്ലെങ്കിൽ ടർപ്പന്റൈൻ എന്ന് പറയുന്ന പദാർത്ഥം ഒഴിച്ച് ഇവരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ വൈഷ്ണവയുടെ രണ്ടാം ഭർത്താവാണ് ബിനുകുമാർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി വൈഷ്ണവ ശ്രമിച്ചിരുന്നു. ഇത് ബിനുകുമാറിൽ വൈരാഗ്യം ഉണ്ടാക്കി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസ് ഇന്ന് വൈഷ്ണവിയുടെ കുടുംബത്തെയും അതിനൊപ്പം തന്നെ ബിനുകുമാറിന്റെ കുടുംബത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ വൈഷ്ണവിയും അതിനൊപ്പം തന്നെ ബിനുകുമാറും തമ്മിലുള്ളൊരു അകൽച്ച അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു അകൽച്ചയുടെ കാര്യം കുടുംബം ഇന്ന് പോലീസിനോട് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ബിനുകുമാറാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നത്. ഈ കുടുംബത്തിൽ നിന്ന് ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ നേരത്തെ തന്നെ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഡിവോഴ്സ് വൈഷ്ണവ ബിനുകുമാറിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് ബിനുകുമാറിൽ വൈരാഗ്യം ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ 2 പേർ വെന്തു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. വൈഷ്ണവയെ ബിനുകുമാർ തീ കൊളുത്തി കൊന്നതെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.